ബിസിനസ് സ്ട്രാറ്റജി. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു കേട്ടോ. കാരണം ഇപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞി ഫാമിലിയിൽ 300 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഒരു കാര്യത്തിൽ വളരെ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അടുത്തറിയാമെന്നുള്ളവർ എനിക്കിങ്ങനെ പേഴ്സണലി എന്നെ വിളിക്കുന്ന സമയം അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഓക്കെ നിൻ്റെ അപ്ഡേറ്റ്സ് ഇപ്പം നമ്മളിപ്പം ഡെയിലി എല്ലാവരെയും ഫോൺ വിളിക്കാൻ അല്ലെങ്കിൽ നമുക്ക് അതിനൊന്നും പറ്റത്തില്ലല്ലോ, എല്ലാവരും ഓരോ തിരക്കിൽ പെട്ടിട്ട് അങ്ങനെയാണ്. പക്ഷേ എന്നാലും അപ്ഡേറ്റ്സ് ഇങ്ങനെ അറിയുന്നുണ്ട് അല്ലെങ്കിൽ കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ മോളൊക്കെ, അപ്പോൾ ആ കുഞ്ഞു കുട്ടിയാണ്. അപ്പോൾ ആളും എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ഇരുന്ന് കാണുന്നു എന്ന് വെക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ലൈക്ക് ഓക്കെ അങ്ങനെയൊക്കെ ആൾക്കാർ കാണുന്നുണ്ടോ എന്ന്. പക്ഷെ ഞാൻ അങ്ങനെ ഇതിങ്ങനെ പറയുമ്പോൾ ആരും വിചാരിക്കരുത് കേട്ടോ, ഇതെന്തോ 300K കിട്ടിയ പോലെ ഞാൻ സംസാരിക്കുന്നു. ഒരിക്കലുമല്ല. എനിക്ക് എന്താ പറയുക, എനിക്ക് ഒരു കുഞ്ഞി ഫാമിലി ആണെങ്കിൽ കൂടി അത്രയും പേരായല്ലോ, അല്ലെങ്കിൽ അത്രയും ആൾക്കാർ എന്നെ റെക്കഗ്നൈസ് ചെയ്തല്ലോ. ഒരു 10 പേരാണെങ്കിലും എൻ്റെ വീഡിയോ ഇഷ്ടത്തോടെ കാണുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു കാര്യമാണ്. പിന്നെ ഏതൊരു കാര്യമാണെങ്കിലും നമ്മളിപ്പം എന്താ പറയുക, ആഗ്രഹമുള്ള ഒരു കാര്യം കംപ്ലീറ്റ്ലി അത് ചെയ്യാണ്ടിരിക്കുന്നേക്കാളും ബെറ്റർ അല്ലേ, കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും അതങ്ങ് ചെയ്യുന്നത്. സോ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ യൂട്യൂബ് ചാനലെന്നല്ല കേട്ടോ, എന്തെങ്കിലും ഒരു കാര്യം എന്താ പറയുക ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല, മാറ്റി വെക്കണ്ട. കാരണം നിങ്ങളതിനു വേണ്ടി ട്രൈ ചെയ്യൂ, എന്തെങ്കിലും ഒരു ദിവസം അത് പെർസ്യൂ ചെയ്യാൻ പറ്റും എന്നാണ് ആ ഒരു വിഷയത്തിൽ തന്നെ മുന്നോട്ട് പോവുക കേട്ടോ. നമുക്കിനി വിഷയത്തിലോട്ട് കിടക്കാം. ഞാനപ്പം ഇന്നത്തെ വ്ളോഗ് ചെയ്യുന്നത്, ഞങ്ങളിന്ന് സൺഡേ ആയിട്ട് അമ്മയും ഞാനും ഹസ്ബൻഡും നമ്മയും കൂടി ഒന്ന് പുറത്തു പോകണം കേട്ടോ. ചിന്തിച്ച് ഞങ്ങൾ ഫൈനലൈസ് ചെയ്തു ഇന്ന് നമുക്ക് ഐക്യയിലേക്ക് പോകാനാണ്. സോ പോകാനുള്ള മെയിൻ കാരണം, അവിടെ ഒരു ദിവസത്തേക്ക് അതായത് നമ്മൾ ഫുൾ ഡേ നമുക്ക് ചുറ്റി നടക്കുന്ന പല സ്ഥലത്തിലേക്ക് പോകുന്നതിനേക്കാളും അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഇഷ്ടം പോലെ കാഴ്ചകളുമുണ്ട്. വേണമെങ്കിൽ ഷോപ്പിങ്ങും ചെയ്യാം. പക്ഷെ ഞങ്ങൾക്ക് ഷോപ്പിംഗ് ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് വേറെ കാര്യമായിട്ട് വീട്ടിലേക്ക് എന്താ പറയുക അങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങാനില്ല. പിന്നെ എന്തെങ്കിലും കുഞ്ഞിന് സാധനങ്ങൾ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും മേടിച്ചൊക്കൊള്ളാമെന്നുണ്ട്. അപ്പം പോയാലേ അറിയാവൂ, എന്തെങ്കിലും അങ്ങനെ തോന്നുകയാണെങ്കിൽ എടുക്കാം. അല്ലാണ്ട് പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. പിന്നെ പോകാനുള്ള പ്ലാൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുത്തെ കുറച്ച് ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ഓൾറെഡി കഴിച്ചിട്ടുണ്ട്, ബട്ട് അമ്മേനും കൂടെ കൊണ്ടുപോവാണ്. അല്ല, അമ്മ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും അവിടുത്തെ കുറച്ച് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഡിഷസ് ഉണ്ട്. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യണം എന്നൊരു ആഗ്രഹം. അപ്പം ശരിക്കും അവരുടെ ബിസിനസ് സ്ട്രാറ്റജി അടിപൊളിയാണ് കേട്ടോ. കാരണം നമ്മളൊരു വഴിയിൽ കൂടെ കയറിക്കഴിഞ്ഞാൽ അങ്ങേ അറ്റം എത്തിയാലേ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഫുൾ സംഭവങ്ങൾ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടേ പോകാവൂ എന്നൊരു കോൺസെപ്റ്റാണ്. അപ്പം എല്ലാം കണ്ടാലേ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. പിന്നെ 2 ഫ്ലോർ ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ പക്ഷേ അതിൻ്റെ അകത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് പിന്നെ ഭയങ്കര തിരക്കാവാനാണ് കേട്ടോ ചാൻസ് കൂടുതൽ അവിടെ. അപ്പോൾ എത്രത്തോളം വ്ളോഗ് എനിക്ക് എടുക്കാൻ പറ്റും എന്നറിയില്ല. ബട്ട് ഞാൻ മാക്സിമം ഇങ്ങനെ വ്ളോഗ് ആയിട്ട് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഇല്ലാത്ത പക്ഷം ഞാൻ വോയിസ് ഓവറെങ്കിലും ചെയ്യുന്നതാണ്. അതിലും നമുക്ക് വേഗം റെഡി ആയിട്ട് വിടാം. അപ്പോൾ ബാ. യെസ്, അങ്ങനെ ഞങ്ങൾ ഐക്യയിലെത്തി. ഇതാണ് അവിടുത്തെ എൻട്രൻസ്. അങ്ങനെ ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ കയറി കേട്ടോ. അപ്പോൾ എത്തിയപ്പോൾ തന്നെ ഒരു ഉച്ച സമയം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ ഫുഡ് കോർട്ടിൽ പോയിട്ട് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് തന്നെ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. സോ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ട്രോളി എടുക്കുക, പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതിലേക്ക് പ്ലേസ് ചെയ്യുക. വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോട്ട് ആൻഡ് കോൾഡ് ബിവറേജ് എടുക്കുന്ന സമയത്ത് നമ്മളൊരു ജസ്റ്റ് ഒരു ഗ്ലാസ് ആണ് ഇവിടെ നിന്ന് എടുത്ത് ബില്ലിടുന്നത്. അത് നമുക്ക് എത്ര തവണ വേണേലും റീഫിൽ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇതുപോലെ ഫുഡ് എടുക്കുന്ന പോലെ നമ്മൾ ഗ്ലാസും എത്ര എണ്ണാന്ന് വെച്ചാൽ എടുക്കുക. അങ്ങനെ ഫുഡൊക്കെ ബില്ല് ചെയ്ത് ഞങ്ങൾക്കൊരു കോർണറിൽ സീറ്റ് കിട്ടി കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്നു. നമ്മീനെ ഒന്ന് കംഫർട്ടബിൾ ആക്കി ഇരുത്തി. ഞങ്ങൾക്ക് ഇത്രയും സാധനങ്ങളായിരുന്നു ഞങ്ങൾ മേടിച്ചത്. കുടിക്കാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് റീഫിൽ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ ട്രൈ ചെയ്ത് കേട്ടോ. പക്ഷേ എന്നാലും എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നാൽ ഒട്ടും മിസ് ചെയ്യാത്തൊരു സാധനമാണ് ഈ ചീസ് കേക്ക്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും എനിക്ക് എന്തെങ്കിലും ചൂടായിട്ട് കുടിക്കാൻ തോന്നിയിട്ട് ഞാൻ പിന്നെ ഫൈനലി ഒരു കോഫിയും പിന്നെ ഒരു ക്രസനും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മീനൊന്ന് ഫീഡൊക്കെ ചെയ്ത് ആൾക്കൊന്ന് ഡയപ്പറൊക്കെ മാറ്റി ആളൊന്ന് ഫ്രഷ് ആക്കിയിട്ടായിരുന്നു ഞങ്ങൾ ഐക്യയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്ന ഒരു ഡൈനിങ് ഹാളിൻ്റെ ഒരു ഡെമോ ആണ് കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇതൊക്കെ ഐക്യ ഒരു സ്വീഡൻ ബേസ്ഡ് കമ്പനിയാണ് കേട്ടോ. ഇത് 1943 ഒറിജിനേറ്റ് ചെയ്തത്. പിന്നെ ഇവിടെ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് 5 സ്റ്റോഴ്സ് ആണ് ഐക്യയുടെ ഉള്ളത്. സോ ഐക്യയുടെ മെയിൻ ഐഡന്റിറ്റി അല്ലെങ്കിൽ ഇവരുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈസി ടു അസംബിൾ ഫർണിച്ചേഴ്സും അതുപോലെ തന്നെ ഈ ഒരു കോസ്റ്റ് റിഡക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ചെയ്ത് ഫർണിച്ചർ കൊണ്ടുപോകുന്നതിന്റെ ഒരു കോസ്റ്റ് റിഡക്ഷൻ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി ഐഡിയാസ് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഒരു മിനിയേച്ചർ പോലെ കിച്ചൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ലിവിംഗ് ഏരിയ, ഡൈനിങ് ഏരിയ, ഒരു വാഷ്റൂമിൻ്റെ ആ
ഹോൾ സെറ്റപ്പ് ഇതൊക്കെ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മൾ ചുറ്റിക്കാണുന്നതല്ല കേട്ടോ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. ഇവരൊരു ഐഡിയക്ക് വേണ്ടി അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ അവിടെ ഒരു ഡോൾസിനൊക്കെ ആയിട്ട് ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. ഒത്തിരി വെറൈറ്റീസ് ഓഫ് സോഫ്റ്റ് ടോയ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നമുക്ക് അവിടെ നിന്ന് ഒരു സോഫ്റ്റ് ടോയ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളത് അവിടെ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്താണ് അവിടെ ഫ്ലവേഴ്സും പ്ലാന്റ്സ് ഒക്കെ വെച്ചേക്കുന്ന ഏരിയ വരുന്നത്. നമ്മളിപ്പോൾ കണ്ട പ്ലാന്റ്സ് ഇല്ലേ, അതൊക്കെ ശരിക്കും ആർട്ടിഫിഷ്യലാണ് കേട്ടോ. ഒറിജിനൽ ഞാൻ കാണിച്ചു തരാം. പക്ഷെ ആർട്ടിഫിഷ്യൽ ആണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അത് ഒറിജിനൽ പോലെ ഉണ്ട് അല്ലേ, ഒറിജിനൽ പോലെ തന്നെ ഉണ്ട് ശരിക്കും കാണാൻ. ഈ കാണുന്നതാണ് കേട്ടോ അവിടുത്തെ ലൈവ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. പിന്നെ അതേ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലവർ വേസ് കാണാം. അതും ഓരോ തീം ബേസ്ഡ് ആണ് കേട്ടോ, കളർ തീം ബേസ്ഡ് ആണ്. യെല്ലോ, ബ്ലൂ, ലാവൻഡർ, അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഓഫ് അങ്ങനെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ സെൻറ്റഡ് കാൻഡിൽസ് ഒക്കെ ഇഷ്ടമുള്ളവർക്കും അവിടെ പോയി കഴിഞ്ഞാൽ ഒത്തിരി വെറൈറ്റീസ് കിട്ടും. ഹലോ, അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ. കുറച്ച് സാധനങ്ങൾ പറയാൻ നമുക്കൊരു ടോയ് മേടിച്ചു, പിന്നെ 1-2 സാധനങ്ങൾ അത്ര എടുത്തിട്ടുള്ളൂ. ഇവിടെ മെയിനായിട്ട് ഫർണിച്ചേഴ്സും എന്താ പറയുക, വീട്ടിൽ കുറേ പുതിയതായിട്ടൊരു വീട് വെക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള A to Z ഐറ്റംസ് ഇവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എടുത്തു. ഇനിയിപ്പോൾ ഇറങ്ങാൻ പോവാണ്. ആൻഡ് ഇപ്പോൾ നമ്മൾ ഫർണിച്ചറൊക്കെ എടുക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടത് ഫുള്ള് ഇവർ ഷോ പീസ് പോലെ വെച്ചേക്കുന്നതാണ്. നമ്മളൊരു നമ്പർ വന്നിട്ട് ഇവിടെ വെയർ ഹൗസിൽ നിന്നാണ് ഇവർ ഫ്രഷ് പീസ് നമുക്ക് എടുത്ത് തരുന്നത്. അതുപോലെ തന്നെ ഇവർ തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാം സെറ്റിൽ ചെയ്ത് തരും കേട്ടോ. നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ നമുക്ക് തന്നെ ബില്ല് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. സോ സെൽഫ് ബില്ലിംഗ് ആണ് ഇവിടെ. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരത്തെ പുറത്തോട്ട് ഇറങ്ങി. ഹലോ, അങ്ങനെ നമ്മുടെ ഐക്കിയിലെ ഒരു കുട്ടി ഷോപ്പിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. വളരെ കുറച്ച് സാധനങ്ങളെ മേടിച്ചോളൂ, എങ്കിലും നല്ലൊരു ഡേ ആയിരുന്നു. ഒരു സെക്കൻഡേ, അമ്മി പിന്നെ എനിക്ക് തോന്നുന്നു 3:15 സമയത്ത് ഉറക്കമായിരുന്നു കേട്ടോ. ഈ സമയത്താണ് ആളുടെ ഉറങ്ങുന്ന ടൈം. അപ്പോൾ ആള് പിന്നെ കംഫർട്ടബിൾ ആയിട്ടിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. ആള് പിന്നെ ട്രാവലിങ്ങിന് വേറെ സീനൊന്നുമില്ല ആൾക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4% മാത്രമേ ഈ വീഡിയോയിലുള്ളൂ കേട്ടോ. ഐക്കിയിലെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ വന്നു കഴിഞ്ഞാൽ ആ ഫുൾ ഡേ കാണാനുള്ള വിശേഷങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ശരിക്കും ഒന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. നമുക്കൊരു കാലെടുത്ത് വെക്കാനുള്ള സ്പേസ് കഷ്ടിച്ച് കിട്ടി എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വോയിസ് ഓവർ ആയിരിക്കും ഞാൻ കൂടുതലും ഈ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എന്തായാലും ബൈ.